ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കണ്ടിന്യൂവേഷനാണ്. അതായത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓംസ് ലോയുടെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയാലോ. ടുഡേയ്സ് ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. അപ്പോൾ നമ്മൾ ഓംസ് ലോ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇതിൽ എങ്ങനെയാണ് ഓംസ് ലോയെ വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഓംസ് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? V = IR ആണ് അല്ലേ. ഇവിടെ നമ്മൾ R കാണാൻ, അതായത് റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടി കണ്ടിട്ടുണ്ട്. R = ρ × L/A ആണെന്ന് പറഞ്ഞു. അവിടെ റോ എന്താണ്? റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. ദെൻ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ദെൻ A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് V = I × R എന്ന് പറയുന്ന ഇക്വേഷനിൽ ആറിന് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. R = ρ × L/A ആണ്. അപ്പോൾ എന്ത് വരും? V = I × ρL/A എന്ന് എഴുതാം. ഓക്കെ, ഇനി I/A എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്നാണ് പറയുക. അതായത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, അതിന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I/Aക്ക് പകരം J എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ്, വിച്ച് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ J. ഓക്കെ, J = I/A. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ്? I/A, അതായത് I എന്ന് പറഞ്ഞാൽ കറണ്ട് ആംപെയർ, ദെൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഓംസ് ലോയുടെ വെക്ടർ ഫോം എങ്ങനെയാണ് എഴുതുക നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? V = I/Aക്ക് പകരം J എന്ന് കൊടുത്തു ഇൻറ്റു ρL എന്നുള്ളത് ബാക്കി ക്വാണ്ടിറ്റി. അപ്പോൾ V = J × ρL എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻ. Now, if E is the magnitude of electric field in the conductor and L is the length of the conductor, then the potential difference can be written as V = E × L. അതായത് V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അവിടെ E ഇലക്ട്രിക് ഫീൽഡും L ലെങ്ത്തും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V = EL ആണ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനാണ്. ഇതിന് മുമ്പ് കണ്ട ഇക്വേഷൻ എന്തായിരുന്നു? V = J ρL എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും LHS സെയിം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? RHS ഓൾസോ വിൽ ബി ദ സെയിം. സോ വി ക്യാൻ ഇക്വേറ്റ് ദ ടു ഇക്വേഷൻസ്. ദാറ്റ് ഈസ് EL = J ρL എന്ന് എഴുതാമല്ലോ. സോ L and L will get cancelled. Then E will be equal to J × ρ. അതായത് E = J ρ എന്ന് പറയുന്നതാണ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. That is E = J × ρ. We have already told that J is a vector quantity. So we can represent it as a vector. Okay, so E = J ρ is the vector form of Ohm's law. Now we have E = J ρ as the vector form of Ohm's law. Okay, from that how we can write J? J എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? E/ρ ഈക്വൽ അല്ലേ. സോ J will be equal to E/ρ. ഇനി 1/ρ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1/ρ മീൻസ് 1 റെസിസ്റ്റിവിറ്റി. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അതും ഒരു പുതിയ ടേമാണ്. ദാറ്റ് ഈസ് സിഗ്മ എന്ന് പറയാം. സോ സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി. സിഗ്മ വിൽ ബി ഈക്വൽ ടു 1/ρ. ഓക്കെ, സോ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ J = E/ρയിൽ 1/ρ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറ്റം വരുത്താം? J will be equal to sigma into E എന്ന് എഴുതാം അല്ലേ. ദിസ് ഈസ് അനദർ ഇക്വേഷൻ ഫോർ ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. അപ്പോൾ രണ്ട് ഫോമിൽ നമുക്ക് ഓംസ് ലോയെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് E = J ρ ആണ്. അവിടെ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, J is the current density, ρ is resistivity. Okay, or we can write it as J = sigma E because 1/ρ is equal to sigma. അപ്പോൾ എങ്ങനെ എഴുതാം? J എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് ഡെൻസിറ്റിയാണ്. സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി, ദാറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, ദെൻ ഇൻറ്റു E. അതായത് J = sigma E. E is the electric field. Clear? Our next topic is drift velocity. എന്താണ് drift velocity എന്ന് നോക്കാം.
അതായത് സാധാരണ കേസിലുള്ള വെലോസിറ്റി നമ്മൾ പഠിച്ചതാണ്, എങ്ങനെയാണ് വെലോസിറ്റി കാണുക, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ്സ് എല്ലാ കാര്യങ്ങളും പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസിന് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കേസിൽ നമുക്കറിയാം അവിടെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതായത് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ മെറ്റീരിയൽ ഓൾസോ വിൽ കണ്ടെയ്ൻ ഹെവി പോസിറ്റീവ് അയോൺസ്. അപ്പോൾ ഈ ഹെവി പോസിറ്റീവ് അയോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ വിൽ ബി വൈബ്രേറ്റിംഗ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. അവ സ്വന്തം മീൻ പൊസിഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെൻ എ ഫ്രീ ഇലക്ട്രോൺ ഈസ് കമ്മിങ് ദാറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് സെറ്റ് ഇൻ റാൻഡം മോഷൻ. അവ എന്ത് ചെയ്യും, പോസിറ്റീവ് അയോൺസിൽ തട്ടിയിട്ട് അവ റാൻഡം മോഷനിൽ ആയി മാറും. ബട്ട് ദ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് വി ആർ അപ്ലൈയിങ് എൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. അപ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ദ ഇലക്ട്രോൺസ് ദെൻ ഫ്ലോ ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക, അതായത് നമ്മളത് ഒരു സെല്ലിനോട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ദേ വിൽ ഫ്ലോ ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്യുക, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഈ പ്രോസസ്സിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവ് അയോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യും. ദേ വിൽ ലൂസ് എനർജി. എഗെയിൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഗെയിൻ എനർജി ആൻഡ് മൂവ് റാൻഡംലി. അപ്പോൾ അവ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഗെയിൻ ചെയ്യുന്നുണ്ട്. അവ വീണ്ടും പോയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ വിൽ ലോസ് എനർജി. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ഒരു ചെറിയൊരു വെലോസിറ്റി അക്വയർ ചെയ്യും ആൻഡ് ഡ്രിഫ്റ്റ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ്. അതായത് അതിൻ്റെ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തുണ്ടാവുന്നത്, ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി, വളരെ ചെറിയൊരു വെലോസിറ്റിയാണ്. സോ ദാറ്റ് വിൽ ബി ഫോംഡ്. അതായത് ദിസ് ആവറേജ് വെലോസിറ്റി ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ. അതായത് ആവറേജ് വെലോസിറ്റി attained by electrons in a conductor due to an electric field is called drift velocity. അതായത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, അവിടെ ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ടാവുന്നത്. ബിഫോർ അപ്ലൈയിങ് ദ ഇലക്ട്രിക് ഫീൽഡ് ദ ആവറേജ് വെലോസിറ്റി വാസ് 0 അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളൊരു ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റീനെയാണ് എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. The average velocity attained by electrons in a conductor due to an electric field is called drift velocity. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആദ്യം കാണുകയാണ്. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വെലോസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ആക്സിലറേഷൻ ഇൻറ്റു ടൈം കണ്ടാൽ പോരെ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വേയിലാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ആണ്. അതായത് ഇതിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ ഒരു ഇലക്ട്രോണിലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. അതായത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചാർജാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചാർജ് ഏതാണ്, ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്, മൈനസ് ആണ്. സോ മൈനസ് ഇ എന്ന് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡിന് ഇ എന്ന് തന്നെ കൊടുക്കാം. അതാണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഇനി എന്ത് കാണാം, എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ആക്സിലറേഷൻ കാണാമല്ലോ. എങ്ങനെ കാണാം, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെങ്കിൽ എ വിൽ ബി ഈക്വൽ ടു എഫ് ബൈ എം അല്ലേ. അപ്പോൾ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, മൈനസ് ഇ ആണ്. സോ എഫ് ബൈ എം എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ബൈ എം എന്ന് എഴുതാം. ഓക്കെ, ഇനി ടി ആണ് രണ്ട് സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്കുണ്ടാവുന്ന ടൈം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി കാണുക. നേരത്തെ പറഞ്ഞു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ദെൻ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി ചെയ്യേണ്ടത് എന്താണ്, എ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, മൈനസ് ഇ ബൈ എം ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, വി ഈസ് ഈക്വൽ ടു എ ടി. അതായത് എ എന്ന് പറയുന്നത് മൈനസ് ഇ ബൈ എം ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്,
വി ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ബൈ എം ഇൻറ്റു ടി ആവറേജ്. ആവറേജ് എന്ന് പറയുന്നത് 2 സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? മൈനസ് ബൈ എം ഇൻറ്റു ടി ആവറേജ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? റിലാക്സേഷൻ ടൈം എന്നാണ് പറയാം. അതായത് 2 സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ആവറേജ് ടൈം ഇൻ്റർവെല്ലിനെ നമ്മൾ എന്താ പറയുക? റിലാക്സേഷൻ ടൈം ടോ എന്നാണ് പറയുക. അതായത് ദ ആവറേജ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം ടോ. The average time interval between 2 successive collisions is called relaxation time tau. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു മൈനസ് ബൈ എം ഇൻറ്റു ടോ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോ ആയിരിക്കും. അതായത് ആ റിലാക്സേഷൻ ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ? Here we have to find the relation connecting drift velocity and current. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വി ഹാവ് എ ഡയഗ്രാം. ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? എ കണ്ടക്ടർ ഹാവിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, when a voltage is applied across the conductor, what will happen? An electric field will be developed. Okay, so that direction is also given here, that E is the ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വി ഡി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഇലക്ട്രോൺ. അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഇലക്ട്രോൺ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ്. അതായത് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഇവിടുത്തെ ഒരു വെലോസിറ്റി ഉണ്ട് അല്ലേ? അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ടൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടൈമാണ്. വളരെ സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ കാണാം? ഡിസ്റ്റൻസ് കാണാൻ. അതായത് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം അല്ലേ? അപ്പോൾ അവിടുത്തെ സെയിം ഇക്വേഷനിൽ നിന്ന് തന്നെ ഡിസ്റ്റൻസ് കാണാമല്ലോ. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. സോ വി ഡി എന്ന് എഴുതാം. ഇൻറ്റു ടൈം ഈസ് ഡെൽറ്റ ടി. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ഡി ഇൻറ്റു ഡെൽറ്റ ടിക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഇനി കാണേണ്ടത് ഈ നമ്മളെടുത്തിട്ടുള്ള കണ്ടക്ടറിൻ്റെ വോളിയം എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വോളിയം കാണണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഏരിയ ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് ചെയ്താൽ പോരെ. സോ ഏരിയ ഈസ് ക്യാപിറ്റൽ എ. നമ്മൾ പറഞ്ഞു ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. അപ്പോൾ അതിന് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ വോളിയം കാണാമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടുക? എ ഇൻറ്റു ഡിസ്റ്റൻസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എന്ത് കിട്ടും? എ വി ഡി ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇനി സ്മോൾ ലെറ്റർ എൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ അപ്പം എത്രയായിരിക്കും? അതായത് സ്മോൾ എൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിൽ ടോട്ടൽ അതായത് ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കാണാം? അപ്പോൾ അതിനൊന്ന് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് വോളിയത്തെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതായത് എൻ എ വി ഡി ഡെൽറ്റ ടി എന്ന് ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണേണ്ടത് ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടറാണ് ക്യൂ. അതായത് ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം? ഇ എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു എൻ ഇ എ വി ഡി ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട് ആണ്. സോ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ ടി ആണ്. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എടുക്കാൻ കാരണം വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. ഇനി ക്യൂവിൻ്റെ വാല്യൂ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂവിന് പകരം എൻ ഇ എ വി ഡി ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡെൽറ്റ ടി. അപ്പോൾ എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ ടി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി വരുന്ന ഇക്വേഷൻ എന്താണ്? I is equal to N E A V D. So that is the relation connecting drift velocity and current. അപ്പോൾ ഇവിടെ റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ കാണാൻ നോക്കണം. അതായത് ക്യൂ ബൈ
ടി ആണ് അല്ലേ. അപ്പോൾ അവിടെ ക്യൂ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡിസ്റ്റൻസ് കണ്ടു. ദെൻ ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് കാണാം, വോളിയം കണ്ടിട്ടുണ്ട്. അതായത് എ വി ഡി ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇനി n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടു, എൻ എ വി ഡി ഡി ഡെൽറ്റ ടി എന്ന് കണ്ടു. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ്, അതായത് ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് കണ്ടു. ഓക്കെ, അങ്ങനെയാണ് ക്യൂവിലേക്ക് എത്തുന്നത്. എൻ ഇ എ വി ഡി ഡെൽറ്റ ടി ദാറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് എന്ത്, the relation connecting drift velocity and current I is equal to NEAVD. ഓക്കെ, അപ്പോൾ നമ്മൾ I കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. NEAVD ആണ് ഇക്വേഷൻ, ഓർത്തിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എങ്ങനെ കാണാം ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്കാം. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കാം. അതായത് ജെ എന്ന് പറയുന്നതാണ് കറണ്ട് ഡെൻസിറ്റി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു I ബൈ എ ആണ് അല്ലേ. അപ്പോൾ I ആദ്യം ഒന്ന് കാണണം. അത് I is equal to NEAVD എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൽ വി ഡി എന്ന് പറയുന്നതിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഡി എന്ന് പറയുന്നത് എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇ ബൈ എം ഇൻറ്റു ടോ അല്ലേ. അപ്പോൾ അതൊന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ I വിൽ ബി ഈക്വൽ ടു NEA ആൻഡ് ഇ ബൈ എം ഇൻറ്റു ടോ. ഓക്കെ, ഇനി അതിലെന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്, അതായത് n ഉണ്ട്, ദെൻ ഇ സ്ക്വയർ, ദെൻ എ ടോ ഇ ബൈ എം ആണ് വരുന്നത് അല്ലേ. ഇനി ജെ കാണാം, അതായത് ജെ ഈസ് ഈക്വൽ ടു I ബൈ എ ആണ്. അപ്പോൾ I കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ജെ വിൽ ബി ഈക്വൽ ടു I ബൈ എ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഐക്ക് പകരം എൻ ഇ സ്ക്വയർ എ ടോ ഇ ബൈ എം എന്ന് കൊടുക്കാം. ബൈ എന്തും കൂടെ വരുന്നുണ്ട്, എ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടോ? യെസ്, എ ആൻഡ് എ വിൽ ഗെറ്റ് ക്യാൻസൽ. സോ ദ റിമൈനിങ് തിങ്സ് ആർ എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം. അതായത് ജെ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ I ബൈ എ ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ I എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ ഏരിയയ്ക്ക് പകരം ജസ്റ്റ് ഏരിയ എ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടി, ജെ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം എന്ന ഇക്വേഷൻ കിട്ടി. ക്ലിയർ? Now we have to find the equation for conductivity. Okay, so we have the equation J is equal to Ne square tau E by M ആണ് current density. ഇനി now we can compare that equation with J is equal to sigma E. അപ്പോൾ എന്താണ് കിട്ടുക, അവിടെ സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് എൻ ഇ സ്ക്വയർ ടോ ബൈ എം ആണ് വരിക അല്ലേ. സോ ദാറ്റ് ഇ വിൽ ബി ദ സെയിം. സോ എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഈസ് സിഗ്മ കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നൗ വി ഹാവ് മൊബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടക്ടിവിറ്റി ആക്ച്വലി ഹാപ്പൻസ് ഡ്യൂ ടു മൊബൈൽ ചാർജ് കാരിയേഴ്സ് അല്ലേ. കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് മൊബൈൽ ചാർജ് കാരിയേഴ്സിലാണ്, അതായത് കാരണമാണ്. ഇനി മെറ്റൽസിൻ്റെ കേസിൽ നമുക്കറിയാം ദർ വിൽ ബി ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ, ദേ ആർ ദ ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അയണൈസ്ഡ് ഗ്യാസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ ഇലക്ട്രോലൈറ്റ്സ് ദർ വിൽ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. സോ എന്താണ് മൊബിലിറ്റി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? സോ ദീസ് ആർ ദ ചാർജ് കാരിയേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കേസസ്. ഓക്കെ, ഇനി മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി മ്യൂ ഇസ് ദ സിമ്പിൾ ഓഫ് മൊബിലിറ്റി. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഡി ആണ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ ആണ്. ഇനി വി ഡി എന്നുള്ളതിന് ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഇ ബൈ എം ഇൻറ്റു ടോ ആണ്. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇ എന്ന് വരും. സോ ഇ and E will get cancelled. So mu will be equal to E by M into tau. അതാണ് മൊബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. mu is equal to E by M into tau. അതായത് mu എന്ന് പറയുന്നത് എന്താണ്, വി ഡി ബൈ ഇ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ mu will be equal to E by M into tau. Now we have limitations of Ohm's law. എന്തൊക്കെയാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. ആക്ച്വലി ഓംസ് ലോ ഈസ് നോട്ട് എ ജനറൽ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ലോ അല്ല. അതായത് നമുക്ക് കാണാൻ കഴിയും ഓമിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദ കണ്ടക്ടേഴ്സ് വിച്ച്
obey Ohm's law are called ohmic conductors. അതായത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. അതിൻ്റെ VI ഗ്രാഫ്, അതായത് വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റൽസ്, നിക്രോം. അപ്പോൾ ഇതുപോലെ നമുക്ക് VI ഗ്രാഫ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ദാറ്റ് ഈസ് കറണ്ട് ഈസ് ടേക്കൺ along x axis and voltage along y axis. ഓക്കെ, സോ വി വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ്. അതാണ് ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസ്. Now we have non-ohmic conductors. Non-ohmic conductors means the materials and devices used in electric circuits which do not obey Ohm's law are called non-ohmic conductors. അതായത് ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിവൈസസിന് പറയുന്ന പേരാണ് എന്ത്? നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സിൽ VI ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല, ലീനിയർ ആയിരിക്കില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസ് അല്ലെങ്കിൽ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, അപ്പോൾ ഇവയുടെ ഒന്നും കേസിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടില്ല. സോ ദേ ആർ നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അതായത് ദ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് ഒബേ Ohm's law are called non-ohmic conductors. Examples ഓർത്തിരിക്കുക: സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്. Now we have the properties of non-ohmic conductors. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? റിലേഷൻ ബിറ്റ്വീൻ V and I is not linear. അത് നമ്മളിപ്പോൾ കണ്ടതാണ്. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ V and I ഡിപ്പെൻസ് ഓൺ ദ സൈൻ ഓഫ് V. അതായത് സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജിൻ്റെ സൈനിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റിലേഷൻ. അതുപോലെ തന്നെ V and I തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്. അതായത് ഒരേ വോൾട്ടേജിന് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് I കറണ്ട് പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കേസസ് ആണ് എവിടെ വരുന്നത്? നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വരുന്നത്. അതായത് ദ വാല്യൂ ഓഫ് കറണ്ട് ചേഞ്ചസ് വെൻ വി റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് V. അതായത് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസസ് വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് Ohm's law. Now hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.